നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അമ്മ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള ഭരണസമിതി കൂട്ടരാജിവെച്ചത് ഞെട്ടിച്ചുവെന്ന് നടിയും അമ്മ അംഗവുമായ ശ്വേതാ മേനോൻ പറയുകയാണ്. പുതിയ ആളുകൾ നേതൃനിരയിലേക്ക് വരട്ടെയെന്നും പൃഥ്വിരാജ് പ്രസിഡന്റായി വരണമെന്നും ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാർ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അമ്മ ഭരണസമിതിയിലെ ഈ കൂട്ടരാജി. ഇത്രയും സ്ത്രീകൾ മുന്നോട്ട് വന്നത് സല്യൂട്ട് ചെയ്യണമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ഇത്രയധികം സ്ത്രീകൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് വലിയ കാര്യമാണ്. തുറന്നു പറയാനുള്ള, സംസാരിക്കാൻ പറ്റുന്ന, വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന വനിതാ അംഗവും ഭാരവാഹിത്വത്തിലേക്ക് വരണം. മെല്ലെ മെല്ലെ അമ്മ സംഘടനയിൽ ശുദ്ധികലശം ഉണ്ടാകണം. മോഹൻലാലിനെ പോലത്തെ ഒരാൾക്ക് ഇത്രയധികം സമ്മർദ്ദമുണ്ടായത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. ഭരണസമിതി മുഴുവൻ രാജിവെച്ചത് ഞെട്ടിച്ചു. ഇനി പുതിയ ആളുകൾ നേതൃനിരയിൽ വരണം. ഇത്തവണത്തെ ജനറൽ ബോഡി യോഗത്തിൽ ഒരു മാറ്റത്തിന് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും സ്ത്രീ പ്രസിഡന്റ് ആകണമെന്നും പറഞ്ഞപ്പോൾ അതിനോട് അനുകൂലമായിട്ടാണ് മോഹൻലാൽ പ്രതികരിച്ചത്. നല്ലൊരു നീക്കമാണിത്. പുതിയ ഭാരവാഹികൾ ഏറെ ഉത്തരവാദിത്തം ഉണ്ടാകും. പുതിയ തലമുറ നേതൃനിരയിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഭാവിയിൽ പൃഥ്വിരാജ് പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹം നേരത്തെ പറഞ്ഞിരുന്നു. മോഹൻലാൽ പ്രസിഡന്റായി ഇല്ലെങ്കിൽ പൃഥ്വിരാജിനെയാണ് പ്രസിഡന്റായി താൻ കാണുന്നതെന്നും നടി ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി മലയാള സിനിമയെ ഒന്നടക്കം ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു യുവതാരങ്ങൾ മുമ്പിലേക്ക് വരണം എന്നുള്ള ഒരു സംസാരം അമ്മ സംഘടനയിൽ തന്നെ നിന്നും ഉയരുന്നത്. ഭരണസമിതിയിലെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള 17 അംഗങ്ങളാണ് രാജിവെച്ചിരിക്കുന്നത്. ഇതോടെ അമ്മ ഭരണസമിതിയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ അമ്മ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന വിമർശനം ഏറ്റെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ടത്. വിമർശനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ ഈ രാജി. ക്ഷേമ പ്രവർത്തനങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നതുവരെയാണ് ഈ ഒരു കമ്മിറ്റി തുടരുക. 2 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പുണ്ടാകും. ഓണക്കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ തുടരും. അമ്മയുടെ വീഴ്ച സമ്മതിച്ചാണ് ഈ ഒരു കൂട്ടരാജി. ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണങ്ങൾ അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർ അമ്മയുടെ നേതൃസ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കണമെന്നൊരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അമ്മയിലെ അംഗം എന്ന് പറയുന്നത് അപമാനമായി മാറുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം. നിലപാടും നടപടിയും വൈകിച്ച് ഇനിയും നാണക്കേട് ക്ഷണിച്ച് വരുത്തരുതെന്നാണ് കൂട്ടക്കാർ ആവശ്യപ്പെടുന്നതും. ആരോപണ വിധേയരിൽ നിന്ന് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ ആരോപണം നീളി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു ആവശ്യം. എക്സിക്യൂട്ടീവ് ചേരാതെ എങ്ങനെ വിശദീകരണം തേടും എന്നാണ് മറ്റൊരു വിഭാഗം ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിലും അമ്മയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. എന്നാൽ സിദ്ദിഖ് കാണിച്ചത് മാതൃകയാണെന്നാണ് പൊതുവിലെ ആവശ്യം. ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു. ഇത് മാതൃകാപരമായ നിലപാടാണെന്നാണ് വിലയിരുത്തൽ. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയത് മാന്യമായ ഒരു സമീപനം. ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതും മാതൃകാപരമാണെന്നും ചിലർ വിലയിരുത്തുന്നുണ്ട്. നിരപരാധിത്വം ഉറപ്പുണ്ടെങ്കിൽ മറ്റ് ആരോപണ വിധേയരും ഇതേ രീതി പിന്തുടരണം. നിരപരാധികളെ കൂടി കരിനിഴലിൽ നിർത്തുന്നതാണ് നിലവിലെ അവസ്ഥ. ഭാരവാഹികൾ ഇതിന് കൂട്ടി നിൽക്കരുതെന്നും അമ്മയിലെ ഒരു ഭാഗം ആവശ്യപ്പെടുന്നതിനിടെയാണ് ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഈ ഒരു നീക്കം. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് അമ്മ സംഘടനയിൽ നിന്നും അകത്ത് തന്നെ നിന്നുകൊണ്ട് പൊട്ടിത്തെറി. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ഇതെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഈ ഒരു വിഷയം, ഇങ്ങനെ ഇത്രയും വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അമ്മ പ്രതികരിക്കുന്നില്ല? ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ മുൻനിരയിൽ വന്നുകൊണ്ട് പറഞ്ഞ ഒരു കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് തന്നെ ഇതിനെതിരെ പറഞ്ഞു. ടോവിനോ തോമസ് എന്നീ യുവ നായകന്മാരെല്ലാം ഇതിനെതിരെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ഇനിയിപ്പോൾ യുവതാരങ്ങൾ തന്നെ അതിപ്പോൾ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ ആരായിക്കോട്ടെ യുവതാരങ്ങൾ തന്നെ മുൻനിരയിലേക്ക് വരണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.